അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് ഞാനൊരു പലഹാരമൊക്കെ ഉണ്ടാക്കാൻ പോയാണ്. അതൊരു പരീക്ഷണം ഉണ്ടായി ചെയ്യണത്. ഇത് എങ്ങനെയാവുമെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് അതിന് ഒരു അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി ഏലക്കയുടെ അല്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അത് ഇപ്പോൾ അരച്ചൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. അരച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അരച്ച് കിട്ടിയപ്പോൾ ഭയങ്കര തിക്കായിട്ടാണ് കിട്ടിയേക്കണത്. ഇപ്പോൾ നമുക്ക് ഇത്ര തിക്കിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു 2-3 സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ അകത്തോട്ട് എന്നാലും ശരിയാവുള്ളൂ. അപ്പോൾ അതിന് 2-3 സ്പൂൺ പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണം കേട്ടോ. റെസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കളർ, ക്യാരറ്റിൻ്റെ നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെ നീരൊക്കെ റവയിലോട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തോട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ വീതം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടേക്കണ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അത് 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൂട്ടി ഒന്നും കൂടി അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞ് നമ്മളൊരു ദോശക്കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ബട്ടറൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക പാത്രത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതൊരു ചെറിയ തീയിലാണ് വെച്ചേക്കണത്. ഇത് കേക്ക് ഉണ്ടാക്കണ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യണത്. കേക്കല്ല, അല്ലാതെ ഒരു പലഹാരമുണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് ആ ബാറ്ററൊക്കെ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പാത്രം താഴെ വെച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇതെല്ലാം ചെയ്ത് നന്നായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് ഞാനൊരു ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടുണ്ട് അതിലോട്ട് നന്നായിട്ട് വെതറി കൊടുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ പിന്നെയും വെള്ളം അതിലോട്ട് ഇറങ്ങില്ല. അതുകൊണ്ട് ഇതൊക്കെ പിഴിഞ്ഞ് എല്ലാം നല്ലോണം വെതറിഞ്ഞ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ നമുക്ക് ബദാമോ കപ്പലണ്ടയോ എന്ത് വേണമെങ്കിലും കാഷ്യൂനട്ട് ഞാൻ വെച്ച് കൊടുത്തത്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം വെച്ച് റെഡിയാക്കിയിട്ട് ഇനി ഒരു 25 മിനിറ്റോളം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കണം. അപ്പോൾ ചെറിയ തീയിലാണ് വെക്കേണ്ടത്. വലിയ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന്. നമ്മുടെ ഇടയിൽ പേപ്പറൊന്നും ഇട്ടിട്ടില്ല. അല്ല, ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, നേരിട്ടാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അത് വേകാൻ വേണ്ടി അടുപ്പത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് 25 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. എങ്ങനെയാകുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ട് 25 മിനിറ്റ് കഴിഞ്ഞ് 30 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാനൊന്ന് ഒരു ചെറിയ സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ കുത്തിയപ്പോഴത്തേക്കും അത് ഒട്ടിയൊന്നും പിടിക്കണില്ല. അപ്പോൾ സാധനം വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്ത് താഴേക്ക് വെച്ച് നല്ല തണുപ്പൊക്കെ മാറ്റിയിട്ട് ഞാനൊന്ന് കുട്ടിയിട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. അപ്പോൾ പിള്ളേർ വന്നു കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അവർ നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഇത്.